എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ മുരിങ്ങക്കായുടെ ഗുണത്തെപ്പറ്റി മനസ്സിലാക്കാം. നമ്മുടെ മുൻഗാമികൾ വയലിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികളെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ പഴങ്ങളും കഴിച്ച് രോഗങ്ങളില്ലാതെ പല 100 വർഷങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴെല്ലാം ആരോഗ്യത്തിന് ഏറെ ഗുണം ലഭിക്കുന്ന പച്ചക്കറികളുടെ ഗുണത്തെപ്പറ്റി മറന്നു കഴിഞ്ഞു നമ്മൾ. അങ്ങനെ മറന്നുപോയ ചിലതിൽ ഈ മുരിങ്ങക്കായും ഒന്നാണ്. ഈ പച്ചക്കറി എല്ലാവരുടെ അടുത്തുണ്ടായിരുന്നിട്ട് കൂടി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അതിനെ തീരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും ഒരുപാട് പേര് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും കിട്ടാതെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. എപ്പോഴും അവർ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഈ പച്ചക്കറികളിൽ വിറ്റാമിൻ എ, അതേപോലെ നിരവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, ആന്റി ഓക്സിഡന്റുകൾ നന്നായിട്ട് കൂടി ശരീരത്തിലെ പ്രതിരോധ ശക്തിയും അധികരിക്കുന്നു. ഇതിലെ വിറ്റാമിൻ എയുടെ കുറവുള്ള ആളുകൾ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ കഴിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് എളുപ്പത്തിൽ പുറത്തു വരാം. ഈ കാൽഷ്യം കുറവായിട്ടുള്ളവർ അധികമായി ചിക്കൻ കറികളും മാംസവും ഉപയോഗിക്കുന്നു. എന്നാൽ ഇതുമൂലം പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് ഇത് കുറച്ച് ചിലവുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു കാര്യമാണ്. കാൽഷ്യം കുറവ് ഉള്ളവർ ഭൂരിഭാഗവും ഈ മുരിങ്ങക്കായി അധികമായി കഴിച്ചു കഴിഞ്ഞാൽ ഈ കാൽഷ്യം കുറവിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പുറത്തു വരാം. എന്തെന്നാൽ 1 മുതൽ 2 കിലോ മാംസത്തിലുണ്ടാകുന്ന കാൽഷ്യത്തെക്കാൾ ഈ മുരിങ്ങക്കായിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം വളരെ കൂടുതലാണ്. മുരിങ്ങക്കായിൽ കാൽഷ്യം, വിറ്റാമിൻ, ഫൈബർ പോലുള്ളവ അടങ്ങിയതുകൊണ്ട് ഇതിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ കൂടുതൽ കൊടുത്ത് എല്ലുകളെ ബലമുള്ളതാക്കുന്നു. അതുകൊണ്ട് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ പച്ചക്കറി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളതാണെന്ന് യാതൊരു സംശയവും വേണ്ട. കൂടാതെ ഈ പച്ചക്കറിയെ ഗർഭമായിരിക്കുന്നവർ കഴിക്കുന്നത് കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പോഷകങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നു. കുഞ്ഞു ജനിച്ചതിന് ശേഷം മുലപ്പാൽ വർദ്ധിക്കാനും ഇത് കാരണമാകുന്നു. ഈ പാലിന്റെ കുറവുള്ളവർക്ക് ഈ മുരിങ്ങയില ഉപയോഗപ്രദമാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ പ്രധാനമായി ഒരു ദിവസം 20 മുതൽ 30 മില്ലി മുരിങ്ങയിലപ്പൊടി കഴിച്ചാൽ പാലിന്റെ കുറവ് നമുക്ക് പരിഹരിക്കാം. അതുകൂടാതെ രക്തസ്രാവം, നീർപോക്ക്, അയണിന്റെ അഭാവം ഉള്ളവർക്ക് പോലും ഈ മുരിങ്ങയില വളരെയധികം പ്രയോജനപ്പെടുന്നതിൽ യാതൊരു സംശയമില്ല. ഈ മുരിങ്ങക്കായെ വെറും ഭക്ഷണമെന്ന് മാത്രം കാണാതെ ഇത് വെയിലത്തുണക്കി പൊടിയാക്കി ദിവസവും ഭക്ഷണത്തോടൊപ്പം സേവിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലത്. കൂടാതെ മുരിങ്ങക്കായ് വറുത്തിട്ട് ചോറ്, റാഗി, സബ്ജി, ഇതുകൂടാതെ റൊട്ടികളുടെ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ മുരിങ്ങക്കായെപ്പറ്റി നന്നായിട്ട് അറിയാമെങ്കിലും ഈ മുരിങ്ങ ഇലയെപ്പറ്റി ഒരുപാട് പേർക്ക് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് ഈ മുരിങ്ങ ഇലയെപ്പറ്റി അറിയാവുന്നവർ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മുരിങ്ങയില കഴിച്ചവർ അതൊരിക്കലും ഒഴിവാക്കില്ല. ഇതിന്റെ ഗുണം മനസ്സിലാക്കിയവർ അവരുടെ വീടിന്റെ ചുറ്റുപാടും ഈ മരങ്ങൾ അധിക അളവിൽ നട്ടുവളർത്തുന്നു. എന്തെന്നാൽ മുരിങ്ങയിലയുടെ ഗുണം നമ്മുടെ പൂർവികർക്ക് അറിയുന്ന പോലെ ഇപ്പോഴാർക്കും അറിയില്ല. മുരിങ്ങയിലയെപ്പറ്റി അറിയാതെ പോകുന്നത് കൊണ്ട് അവർ പറയുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണമുണ്ടെന്ന് നമ്മൾ ഏറെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. സോ നമ്മൾ എന്തിനു വൈകിക്കണം? ഏറ്റവും അടുത്തുള്ള മുരിങ്ങയില മരത്തിൽ നിന്ന് ഉടനെ പറിച്ചുകൊണ്ടുവന്ന് ഉടനെ പാചകം ചെയ്തു തുടങ്ങൂ. ഇത്രയുമാണ് മുരിങ്ങയിലയുടെ പോഷക ഗുണങ്ങൾ. മറ്റൊരു ആരോഗ്യക്കുറിപ്പോടുകൂടി വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.